ഞാനൊരു പ്രവാസിയായിരുന്നു. അതിനുശേഷമാണ് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ചാനൽ കൊടുത്തു, പിന്നെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പോകണം. അപ്പം എന്താണെങ്കിലും പ്രവാസിയായിരുന്ന സമയത്തിനെ പോലെയല്ല, നമ്മൾ ഇപ്പോൾ പ്രോഗ്രാമിന് മുമ്പ് വേറൊരു സെറ്റപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ചെല്ലാൻ നേരത്തെ അവരുടെ സ്നേഹമുണ്ടല്ലോ, പ്രവാസികളുടെ സ്നേഹം, അത് ശരിക്കും നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരാളുകളെ നമുക്ക് പരിചയപ്പെടും. ഇപ്പോൾ ഖത്തറിൽ പോയപ്പോഴാണെങ്കിലും അവിടെ ഉള്ളവരൊക്കെ ഇപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അബുദാബിയിൽ അജ്മാലിൽ പ്രോഗ്രാം, അവരെയൊക്കെ നമ്മൾ ഇപ്പോഴും അവരൊക്കെ നമ്മൾ മെസ്സേജ്, നമ്മുടെയൊക്കെ ഓരോ പ്രോഗ്രാമിന് ലൈക്ക് തരും, മെസ്സേജ് തരും ഒക്കെ ചെയ്യണം. അവരുടെയൊക്കെ സപ്പോർട്ടാണ് ശരിക്കും നമ്മൾ പോകുന്നത്. ഭയങ്കര സപ്പോർട്ടിങ് കേട്ടോ. എന്താണെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പറയാം. നമ്മളെ ഇത്രയും ഫ്ലൈറ്റ് ടിക്കറ്റും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയുള്ള അക്കോമഡേഷൻ എല്ലാം അവര്. വേറെ കാര്യം ഉണ്ട്, എങ്കിലും നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം കാണാൻ വരുന്നില്ലേ, അവിടെ അവർ വരുന്നത് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് ബ്ലോക്കിൽ. അത് മാത്രമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതാക്കിയിട്ടാണ് അവര് പ്രോഗ്രാം പെർമിഷൻ കിട്ടാത്ത ഇവര് എംബസി പോയിട്ട് പെർമിഷൻ ഒക്കെ മേടിച്ചോണ്ട് സാഹചര്യം. അവര് അതിനു വേണ്ടി ആ പ്രോഗ്രാം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അവര് ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമ്മളെ കേരളത്തിൽ. നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നിഖിലിന്റെ വക ഒരു പാട്ട്, പ്രവാസി സുഹൃത്തുക്കൾ, എല്ലാ രാജ്യത്തുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടി. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. അടിപൊളി. എന്തെങ്കിലും ഒരുപാട് ഡിവോഷൻ സോങ്സ് പാടിയിട്ടില്ലേ? യെസ് യെസ്, ഇഷ്ടം പോലെ. യൂട്യൂബിൽ ഇങ്ങനെ അടിക്കാൻ നേരത്തൊക്കെ കുറെ കാണാൻ പറ്റും. ഒരുപാട് ഡിവോഷൻ സോങ്സ് പാടിയുണ്ട്. ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതിടയ്ക്കിടയ്ക്ക് ഡിവോഷണൽ വർക്കുകളാണ് കൂടുതലും കൊറോണ സമയത്തൊക്കെ നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് സമയം കിട്ടി എനിക്ക് എൻ്റെ ചാനലിന്. തീർച്ചയായിട്ടും പരിചയമില്ലാത്ത നിഖിലിനെ അല്ല, നമ്മൾ എവിടെയൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ എബ്രുവിനെ കണ്ടിട്ടുണ്ട് ഇവന്റിന്റെ ഇടയ്ക്കോ പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. അതെ അതെ, നേർക്ക് നേരെ വന്നൊന്നും പരിചയപ്പെട്ടിട്ടില്ല, നേർക്ക് നേരെ മുട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റ വഴി ഞാൻ അയച്ചത്. എന്തായാലും പാട്ടുകൾ കേൾക്കാറുണ്ട്, നിഖിലിന്റെ ഒരുപാട് ഇഷ്ടമാണ് പാട്ട് കേൾക്കുന്നത്. ആ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ചതും. അപ്പോൾ എനിക്കിഷ്ടമുള്ളവരെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്കും ഒന്ന് ഇതാക്കാന്ന്. നിഖിലൊക്കെ ഏറ്റവും ഫേമസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനൊന്നുമല്ല, ഫേമസ് അങ്ങനെയൊന്നുമല്ല. നമ്മൾ പാട്ടുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ വീണ് കിട്ടുന്ന ഇൻ്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നു. നമുക്ക് ഒരു പ്രൊമോഷൻ ആണല്ലോ. നിങ്ങൾ ആ വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നമ്മളങ്ങനെ ഫസ്റ്റ് ടൈം വരാം എന്ന് പറഞ്ഞു. എന്നെ ഞാൻ വിളിച്ചേക്കണത് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല, കുറേ പേര് വന്നിട്ടില്ല. നോക്കാം വെയിറ്റ് ചെയ്യൂ, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒന്നും നോക്കുന്നില്ല. അതൊക്കെ നമ്മൾ വർക്ക് അനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും കൂടിക്കോളും അല്ലേ. പക്ഷേ ഞാൻ തളരില്ല, ഞാൻ മുന്നോട്ട് പോകും. വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു, ബാക്കിയെല്ലാം ദൈവം തരും. അത്ര പിന്നല്ല, നമ്മൾ നമ്മുടെ പണി ചെയ്യുക അല്ലേ. ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെ. അപ്പം അങ്ങനെ ചോദിച്ച് ഇങ്ങനെ പോകുമ്പോൾ വരുന്ന വഴിയിൽ വരുന്നതാണ് നിഖിലൊക്കെ എന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. ഇനി ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന് ഇന്റർവ്യൂ ചെയ്യാനുള്ള നജീബ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ നജീബ് മുർഷദാണ്, നജീബിനെ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വർഷങ്ങൾ ആവട്ടെ. നമ്മുടെ ഒരു ഷോയിൽ എന്തായാലും നിങ്ങളും വരുന്ന ഒരു ഷോ ഉടനെ ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഈ പ്രോഗ്രാം കാണുന്നവർ ഉണ്ടെങ്കിൽ എന്നെ ഷോയിൽ വിളിക്കുമ്പോൾ നിഖിലും ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അതെ, എൻ്റെ ഒരു ബ്രോയാണ്. അപ്പോൾ നിഖിലിനെയും ഇനി ഉൾപ്പെടുത്താം, ഒരാളും കൂടെ കൂടിയേക്കാണ്. നിഖിലിനും ഇനി വിളിക്കാൻ നേരത്ത് നിഖിലിനെ കിട്ടുമോ എന്നും കൂടി ചോദിച്ചോ. കിട്ടും എന്ന് ഞാൻ അപ്പം തന്നെ പറയാം അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് സമയം എന്താ ചോദിച്ചതെന്നോ എന്താ പറഞ്ഞതെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാനേ ശരിക്കും
കുറെ എഴുതി തയ്യാറായിക്കൊണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി എന്നാ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ വളരോ? ആ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കും. ക്വസ്റ്റ്യൻ ഒന്ന് ഫ്രഷ് ക്വസ്റ്റ്യൻ എപ്പോ തൊട്ടാണ് പാടി തുടങ്ങിയത്? എന്നാണ് ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നത്, എന്നാണ് ഇത് വന്നത്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ ചോദിച്ച് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പങ്കെടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ അത് ഇങ്ങനെ അവതാരകർ അങ്ങനെയല്ലേ പറയാറുള്ളടാ. നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനെ ഇരുന്നിട്ടില്ലേ, നമ്മൾ ചോദിച്ച കാരണം നമ്മളിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു അവസാനം ഇവർക്ക് ചോദിക്കാനുള്ള ചോദ്യം മറന്നു. എന്തായാലും നിങ്ങൾ ആദ്യം ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് ഒരുപാട് ഞാൻ അവിടെ വന്നപ്പോ എല്ലാം റെഡിയായി നിൽക്കണം. ഇൻട്രോ കേറിയിരുന്നോ സംഭവം റെക്കോർഡിംഗ് ആണ്, അവര് പാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇൻട്രോ എനിക്ക് പറയാൻ പറ്റില്ല. ഇനി വൈൻഡപ്പിൽ ഒരു പാട്ട് വേണം. നമ്മളൊരു മാപ്പിളപ്പാട്ട് പാടണം. എങ്ങനെ? മാപ്പിളപ്പാട്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. മയ്യണി കണ്ണിന്റെ മഞ്ചാടിക്കടവത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിന്റെ കനവു പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളെ ഉറങ്ങാതിരുന്നോളെ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം, ആകാശത്തോപ്പിൻ കിന്നരം. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം, ആകാശത്തോപ്പിൻ കിന്നരം. മണിവള തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ്? മണിവിള തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊരി മുഴക്കണതാരാണ്? മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊരി മുഴക്കണതാരാണ്? ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്പാവേ, ഓ കളിയാടി പാടാൻ നേരമായി. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം, ആകാശത്തോപ്പിൻ കിന്നരം. മധുവർണ്ണ പൂവല്ലേ നറുനീല പൂമോളല്ലേ, മധുവർണ്ണ പൂവല്ലേ നറുനീല പൂമോളല്ലേ, മധുരപ്പതിനേഴിൻ ലങ്കി മറിയുന്നോളെ, ലങ്കി മറിയുന്നോളെ, ലങ്കി മറിയുന്നോളെ, ലങ്കി മറിയുന്നോളെ. ഒരുപാട് സന്തോഷമുണ്ട് നിഖിലിനെ ഈ ഒരു വേദിയിലേക്ക് കിട്ടിയതിൽ. എന്താണെങ്കിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്തട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരു ബോണസാണ്, ഒരു പുതിയൊരു കണ്ടന്റ് ആയിരുന്നു എനിക്ക് അത് കിട്ടിയത്. അപ്പൊ എന്താണെങ്കിലും വന്നതിൽ ഒരുപാട് സന്തോഷം. പന്നീരിൽ തൂവും മഴை ജില്ലെன்ற കാറ്റിന്നலை சேர்ந்தாடும் இந்நேரமே என் நெஞ்சில் என்னென்னவோ எண்ணங்களாடும் நிலை என் ஆசையுன்னோரமே வெண்ணீலவானில் அதில் என்னென்ன வேகம் ஊர்கோலம் போகும் அது முள்ளாடும் தாகம் புரியாதோ என் எண்ணமே அன்பே என் இனிய பொன்னிலாவே உன் நினைவில் என் கனாவே நினைவிலே புது சுகம் தாதிருதத்தத தொடருதே தினம் தினம் தாதிருதத்தத என் இனிய பொன்னிலாவே என்
കനവിലെൻ കനാവേ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു.